നമസ്കാരം. മലയാളത്തിലെ ചെറുകഥാകൃത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഏറ്റവും പുതിയ കാലത്തെക്കുറിച്ചും പുതിയ ജീവിതത്തെക്കുറിച്ചും പുതിയ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ കഥകൾ എഴുതുന്ന ടി പത്മനാഭൻ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ ഗസയിലെ കുട്ടികൾ എന്ന പുതിയ പുസ്തകത്തെ ഈ 2026 ജനുവരി മാസത്തിൽ കഥ എഴുതിയിട്ടില്ല. സത്യമാർക്കറിയാമെന്ന കഥ ഈ 2026 ജനുവരിയിലും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഏറ്റവും പുതിയ കഥാകൃത്ത് എന്ന് തന്നെ പറയും. പുതിയ കാലത്തെ പുതിയ ജീവിതത്തെ തിരിച്ചറിയുന്ന കഥാകൃത്തിനോട് ഗസയിലെ കുട്ടികളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ ഒരു വേദി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും പത്മനാഭൻ സാറിനോട് പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പപ്പേട്ടൻ എങ്ങനെയാണ് മലയാള ഭാഷയെ കണ്ടത്, മലയാള ജീവിതത്തെ കണ്ടത്, സർവോപരി മനുഷ്യനെ കണ്ടത്, സ്നേഹത്തെ കണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും വായിച്ചു പോയാൽ മതി എന്നല്ല. ഞാൻ ഗസയിലെ കുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പപ്പേട്ട ഇത് 2026 സത്യം ആർക്കറിയാം എന്ന ഒരു കഥ ഈ ജനുവരി മാസത്തിൽ പബ്ലിഷ് ചെയ്തു. ആ കഥയും ഈ പുസ്തകത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. സത്യം ആർക്കറിയാം എന്ന് പറയുന്നൊരു വാക്ക്, ഒരു സെൻറ്റൻസ് നമ്മളെപ്പോഴും വല്ലാതെ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ്. ജീവിതത്തിൽ മനുഷ്യനെക്കുറിച്ച് ഞാൻ അതിനകത്തൊരു വരിയാണ് എന്നെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ച് എഴുതിയ ഒരു കഥയിൽ, ഗസയിലെ കുട്ടികൾ എന്ന് പറയുന്ന യുദ്ധത്തെക്കുറിച്ച് എഴുതിയ ഒരു കഥയുടെ തുടർച്ച പോലെ ആ കഥയിൽ അവിടെ ഒപ്പമിരുന്ന മേലധികാരി അങ്ങയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടെന്നുള്ളതാണ്. ഇസ്രയേലിൽ പോയിട്ടുണ്ടോ, പലസ്തീനിൽ പോയിട്ടുണ്ടോ, ഗസയിൽ പോയിട്ടുണ്ടോ, കുട്ടികളെക്കുറിച്ച് എന്തറിയാം, യുദ്ധത്തെക്കുറിച്ച് യുദ്ധമുഖത്തെങ്കിലും പോയിട്ടുണ്ടോ, ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് വിശപ്പിനെക്കുറിച്ച് അറിയാമോ, ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയാമോ? കണ്ണു നിറയുന്നൊരു കാര്യത്തിനോടുകൂടിയാണ് പപ്പേട്ടൻ മറുപടി പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ്. ഞാൻ അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇത്രയും ജീവിതാനുഭവങ്ങൾ പുതിയ കാലത്തേക്ക് എങ്ങനെ അങ്ങ് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഈ പുതിയ കാലത്തേക്ക് നിന്നുകൊണ്ടുപോലും ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ അങ്ങേക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയും കാലത്ത് 96 വയസ്സ്, ഈ 96 വയസ്സിനകത്ത് നിന്നുകൊണ്ട് 97 വയസ്സിലേക്ക് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഭാഷയെ കാണുന്നത്, ജീവിതത്തെ കാണുന്നത്, മനുഷ്യനെ കാണുന്നത്? ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയാത്തൊരു കാര്യമാണ്. എങ്കിലും പപ്പേട്ടൻ സംസാരിച്ച് തുടങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ ദേശങ്ങൾ കണ്ടിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ബോംബ് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ പൂർണ്ണ വിശ്വാസം വിശപ്പ് ഇല്ലായ്മ എന്നെപ്പോലെ അനുഭവിച്ചവർ എൻ്റെ പരിചയ സീമയിൽ വേറെ ആരുമില്ല. എന്നോടാണ് എൻ്റെ മേലധികാരി കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വളരെ വലിയൊരു കമ്പനിയിലെ ഡയറക്ടർ. ഞാൻ അവിടുത്തെ രണ്ടാമനാണ്. കഥ എഴുതിയതാണ് കുറ്റം. അത് തെളിച്ച് പറയുന്നുമില്ല. തെളിച്ച് പറയുന്നു ഒരു റൗണ്ട് അബൌട്ട് വേ ആയിട്ടാണ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? സത്യത്തിൽ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും ഏറ്റവും അധികം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യം തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, എഴുതില്ല എന്നുള്ളത്. അത് മുമ്പും പപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ചിക്കാഗോ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ ഏറ്റവും വലിയ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ
ഒരു നയാ പൈസ കയ്യിലില്ലാതെ, ഒരു നയാ പൈസ ഇല്ല, ഒരു ഡോളറില്ല. ഞാനും എൻ്റെ ഭാര്യയും വിമാനം ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളപ്പോൾ തരാം എന്ന് പറഞ്ഞ് ടാക്സിയിൽ കയറിയിട്ടുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ അനുഭവങ്ങളുണ്ട്. വിശപ്പ്, ഞാൻ പഠിച്ച, എനിക്ക് 97 വയസ്സായി. അന്ന് എലിമെൻ്ററി സ്കൂൾ 5 ക്ലാസ്, ഹയർ എലിമെൻ്ററി സ്കൂൾ 8 ക്ലാസ്, ഹൈസ്കൂൾ സ്കൂൾ ഫൈനൽ ഇതുവരെ 10 ക്ലാസ്. ഞാൻ പഠിച്ചത് ആദ്യം എലിമെൻ്ററി സ്കൂളിലാണ്. 5 ക്ലാസ് തികയുന്നത് വരെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോവാത്ത ഏക വ്യക്തി ഞാനാണ്, ഏക വിദ്യാർത്ഥി. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3, 4, 5 ഈ 5 ക്ലാസ്സുകളിലും. കാരണം മറ്റൊന്നുമല്ല, പോയാൽ എന്തെങ്കിലും കഴിക്കാനില്ല. അപ്പോൾ ഉച്ചക്കത്തെ വിശപ്പെങ്ങനെ അടക്കിയെന്ന് നിങ്ങൾ ചോദിച്ചാൽ, അടുത്ത വീട്ടിലെ പാറക്കിണറിലെ നല്ല 1-ാം തരം തണുപ്പുള്ള അമൃത സമാനമായ വെള്ളം ഇഷ്ടം പോലെ കുടിച്ചിട്ടാണ് തീർത്തിരുന്നത്. അച്ഛനെ കണ്ട അനുഭവം എനിക്കില്ല. എനിക്ക് മാസമോ മറ്റോ പ്രായമാകുമ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചു വരും. വളരെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ അന്ന് അച്ഛൻ്റെ കൂടെ മദ്രാസ് സിറ്റിയിലും മദ്രാസിലെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ താമസിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഗുണം അമ്മക്ക് കിട്ടിയിരുന്നു. അമ്മ ഒരു വിശാല മനസ്ക ആയിരുന്നു. അപ്പം വിശപ്പ് എനിക്കറിയാം. പിന്നെ വായന വളരെ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ വായിക്കുന്നുണ്ട്. നല്ല ഭാഗ്യമുണ്ടായിരുന്നു മഹാന്മാരായ വിദ്യാർത്ഥികളെ കിട്ടുവാൻ. അത് എലിമെൻ്ററി സ്കൂളിലും കിട്ടി, ഹയർ എലിമെൻ്ററി സ്കൂളിലും കിട്ടി, ഹൈസ്കൂളിൽ കിട്ടി, കോളേജിൽ കിട്ടി. ഞാൻ കേരളത്തിലെ ഒരു കോളേജിലും പഠിച്ചിട്ടില്ല. 7 കൊല്ലം ഉപരി വിദ്യാഭ്യാസം നടത്തിയത്. 7 കൊല്ലം 7 കൊല്ലവും കേരളത്തിന് പുറത്തായിരുന്നു. അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുകയും ചെയ്തു. ആ എന്നോടാണ് ഈ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. സത്യത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഒരു നല്ല മനുഷ്യനാണ്, മോശക്കാരനല്ല. ആ ഉദ്യോഗസ്ഥൻ്റെയും മുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ പാവം ചോദിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റിന്. പക്ഷെ അയാളുടെ നന്മ കൊണ്ടാണ് ഈ റൗണ്ട് അബൌട്ടായി ചോദിക്കുന്നത്. ചോദിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയില്ല. ചോദിക്കാതിരുന്ന അയാളെ ജോലി പോകും. അത് ഒടുവിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഒടുവിൽ കഥയുടെ അവിടെ. പിന്നെ ഞാൻ എൻ്റെ ഒരു കഥയിലും ഒരു കാര്യവും വിസ്തരിച്ച് പറയാറില്ല, സൂചിപ്പിക്കാറേ ഉള്ളൂ. എൻ്റെ ഒരു കഥയും പരമാവധി 3 പേജിലപ്പുറം പോകില്ല. 1 പേജ് 2 പേജ് ഇല്ലെങ്കിൽ പരമാവധി 3 പേജ്. ഇപ്പോഴ് ഞാനൊരു തമാശക്ക് പ്രധാനപ്പെട്ട വീക്ക്ലികളിലും മന്ത്ലികളിലും വരുന്ന കഥകളുടെ പേജെണ്ണം മിനിമം 13. ഇല്ലസ്ട്രേഷൻ ഇല്ലാതെ മിനിമം 13. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് കഥയുടെ ഒടുവിൽ, ഈ മനുഷ്യനല്ല ഇയാളുടെ മുകളിലുള്ളവരാണ്. അതിനകത്ത് തന്നെ പപ്പട്ടൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ യുദ്ധം മുഖത്ത് പോയിട്ടുണ്ടോ, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പോയതിനകത്ത്
ഈ വളരെ കൃത്യമായിട്ട് NV കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കവിതയെ കൂടി ചേർത്തുകൊണ്ടാണ് പെട്ടെന്നത് പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. കാരണം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനുഷ്യനെ കണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ദാരിദ്ര്യവും ഈ പ്രശ്നങ്ങളും എല്ലാം നിൽക്കുമ്പോൾ പോലും മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യമാണ് പെട്ടെന്ന് ചെയ്തിട്ടുള്ളത്. ഈ കഥയുടെ അവസാനവും അത് വളരെ ശക്തമായിട്ട് തന്നെയാണ് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ആ കഥയിൽ പലതും എൻ്റെ അനുഭവമാണ്. പലതും ഞാനും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ജോലി ചെയ്തവരാണ്. ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ജോലി, വളരെ വലിയ. സത്യത്തിനും നീതിക്കും വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയവരാണ്. ഏറ്റവും താണ മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി ഒറ്റക്ക് പൊരുതി ജയിച്ചവരുമാണ്. എൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, എൻ്റെ ഭാഗത്താണ് സത്യം. പിന്നെ ഞാൻ നിയമം പഠിച്ചവനാണ്. അതാത് കാലത്ത് വേണ്ട തെളിവുകളൊക്കെ സംഭരിച്ച് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ജയിച്ചത്. അല്ല, അതിനകത്ത് അതിൻ്റെ ഒരു കാര്യമുണ്ട്, പരക്ലേശ വിവേകമുണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് പറയണമെന്നുള്ളതാണ്. ഈ പരക്ലേശ വിവേകം കവി പറഞ്ഞതാണ്, വളരെ പ്രധാനമാണ്. അത് ഉണ്ടാകണമെങ്കിൽ ചാനൽ കണ്ടിട്ടോ സോഷ്യൽ മീഡിയയിൽ കളിച്ചതുകൊണ്ടോ പുസ്തകം വായിച്ചിട്ടോ കഴിയുകയില്ല. കവി പറയുന്നത്, ഞാനല്ല കേട്ടോ, കവി പറയുന്നത് ദാരിദ്ര്യമെന്നുള്ളത് അറിയണം. അവർക്ക് മാത്രമേ. എന്നേക്കാൾ ദാരിദ്ര്യം അറിഞ്ഞവർ എൻ്റെ അനുഭവത്തിൽ ഒരാളുമില്ല. ഒരാൾ. ഓണത്തിനും വിഷുവിനും ഉടുക്കാൻ ഒരു വസ്ത്രമുണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിൽ ഓണത്തിന് ചിറ്റാട സാധാരണ തോർത്തുമുണ്ട്, റഫ് പരുക്കൻ തോർത്തുമുണ്ടിൽ മഞ്ഞൾ മുക്കി മഞ്ഞ നിറത്തിൽ, അതിന് ചിറ്റാട എന്ന് പറയും. ഒരു പ്രത്യേക ജാതിക്കാരാണ് ഇത് ഉണ്ടാക്കുക, കണിയാക്കി. അവർ വീടുകൾ കൊണ്ടുവന്ന് വെക്കും. അന്ന് ഒരണ, ഇന്ന് 6 പൈസ. അത് വാങ്ങിത്തരാൻ എൻ്റെ രക്ഷിതാക്കൾക്ക് കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ അന്നും ബട്ടൺ മുഴുവനും നഷ്ടപ്പെട്ട് മുണ്ടുടുക്കുന്നതും പോലെ ഇങ്ങനെ കുത്തിയിട്ടാണ് ഞാൻ ഈ ട്രൗസർ അരയിൽ ഉറപ്പിച്ചിരുന്നത്. എനിക്കന്നും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. ഞാൻ നിങ്ങളെക്കാട്ടും ഈ നല്ല കുപ്പായം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മോശക്കാരനാണെന്നോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്. കൊല്ലത്തിൽ 3 ദിവസം വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. 3 ദിവസം. ഓണം, വിഷു, അച്ഛൻ്റെ ശ്രാദ്ധം. ഈ 3 ദിവസം അമ്മ എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് വെച്ച് അന്ന് മക്കൾക്ക് പരക്ലേശ വിവേകം, ദാരിദ്ര്യം അറിഞ്ഞാലേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ഞാനല്ല പറയുന്നത്, കവിയാണ്. പിന്നെ ചെറുപ്പത്തിലെ കവിതയോട് ഇഷ്ടമാണ്. ഒരിക്കൽ വായിച്ചാൽ ഞാൻ ഇംഗ്ലീഷും മലയാളവും എൻ്റെ പല കഥകളിലും കവിതകൾ കോട്ട് ചെയ്യും. ഇതൊന്നും സ്കൂളിലോ കോളേജിലോ പഠിച്ചതല്ല. ഒരിക്കൽ 2 വട്ടം വായിച്ചാൽ എനിക്കത് ബൈ ഹാർട്ടാവും ഇപ്പോഴും. അതത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സത്യമാർക്കറിയാമെന്ന കഥയെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വായന ഇപ്പോഴും തുടരുന്നു. വായിച്ച പുസ്തകങ്ങളിലെ ചില വരികൾ, അത് ഗദ്യമാകട്ടെ പദ്യമാകട്ടെ, മനസ്സിൽ സൂക്ഷിച്ചു വെക്കാറുമുണ്ട്.
ദുഷ്കരമായ ജീവിതയാത്രയിൽ ചില നാൽക്കവലകളിൽ ഞാൻ സംശയിച്ചു നിന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് നടക്കുവാൻ ധൈര്യം പകർന്നത്, എനിക്ക് നേരായ വഴി കാണിച്ചു തന്നത് ഞാൻ വായിച്ച മഹത് ഗ്രന്ഥങ്ങളിലെ ഈ വരികളായിരുന്നു. ഇൻ ദിസ് ഓർഡേൽ ഐ മേ ബ്രേക്ക് ബട്ട് ഐ വിൽ നെവർ ബെൻഡ്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ഓരോ ഇതുപോലെയുള്ള ഒരുപാട് വരികൾ, ഒരുപാട് കാര്യങ്ങൾ പപ്പേട്ടൻ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പറയുന്നുണ്ട്. ഞാൻ ഇത് വായിക്കുമ്പോൾ പപ്പേട്ടൻ്റെ കഥകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, പപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കഥകൾ വായിക്കുമ്പോൾ, നല്ല മുഹൂർത്തങ്ങൾ അറിയുമ്പോൾ, നല്ല ജീവിതം കാണുമ്പോൾ, നല്ല കാഴ്ചകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നാം അറിയാതെ നമ്മുടെ കണ്ണ് നിറയുമെന്ന് പറഞ്ഞിട്ട്. ഈ കഥ ഈ സത്യമാർക്കറിയാം എന്ന കഥ വായിക്കുമ്പോൾ ഇതുപോലെ ഇതിനകത്ത് വേറൊരു കഥ കൂടിയുണ്ട്, ആർദ്ര എന്ന് പറഞ്ഞൊരു കഥ. ആർദ്രയിലെ പെൺകുട്ടി, അതും സത്യമായ ഒരു പെൺകുട്ടിയായിരുന്നു, കണ്ടറിഞ്ഞ്. അതൊക്കെ നേരത്തെ പപ്പേട്ടൻ പറഞ്ഞു, എനിക്കറിയാവുന്ന എൻ്റെ ജീവിതം എനിക്കറിയാവുന്ന ഞാൻ അറിഞ്ഞത്. ഈ ആർദ്രയും അതുപോലെ നേർക്ക് നേർ കണ്ടുമുട്ടി പറഞ്ഞു പോയ ഒരാളായിരുന്നില്ലേ? ആ പെൺകുട്ടിയുടെ പേര് ആർദ്ര എന്ന് തന്നെയാണ്. അതിൽ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ആ പെൺകുട്ടിക്കാണ് ഇപ്രാവശ്യത്തെ ഗൃഹലക്ഷ്മിയുടെ കഥാമത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് എന്നുള്ളതാണ്. കാരണം അത്രമേൽ ഒരു മനുഷ്യനെ എങ്ങനെയാണ്, അതായത് ഒരു ചോദ്യം ചോദിക്കാനല്ല. കാരണം ഈ നേരത്തെ പപ്പേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടെന്ന്, കോംപ്ലക്സുകളൊന്നും തന്നെ ഇല്ല, യാതൊരു ഇൻഫീരിയർ കോംപ്ലക്സും ഇല്ലാതെ. ആർദ്രയെ സംബന്ധിച്ചുള്ള ആർദ്രയ്ക്കും അങ്ങനെയുള്ള ചില കോംപ്ലക്സുകളുടെ എലമെൻറ്റുകളുണ്ട്. അതിനെ മറികടക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യോത്തരവുമായിട്ടാണ് പപ്പേട്ടൻ്റെ മുമ്പിലേക്ക് ആ കുട്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു നീതി അല്ലെങ്കിൽ സത്യം അത് മനസ്സിലാക്കി തരുന്ന ഒരു മനസ്സ് നമ്മുടെ മുമ്പിൽ ഒരു ചൂണ്ടുപലകയായിട്ട് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ വേണ്ട എല്ലാ കഥകളിലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു നമ്മൾ മുന്നോട്ട് പോകാനൊരു വഴി, ഒരു കൈത്താങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ള. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഇതിനകത്ത് ആദ്യത്തെ കഥ അതിപ്പോൾ പെട്ടെന്ന് പറയണം എന്നുള്ളതാണ്. കൃഷ്ണൻകുട്ടിയെ കുറിച്ച് ഞാൻ 5 കഥ എഴുതിയിട്ടുണ്ട്. ലേഖനങ്ങൾ വേറെയുണ്ട്. ഒരൊറ്റ വ്യക്തി ഞാൻ 80-ലധികം കൊല്ലമായി ഖദർ ധരിക്കുന്നു. ഇതും ഖദറാണ്. ലോകത്തിലെ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളും UAE 19 തവണ, എല്ലാ അറബ് രാജ്യം മുഴുവൻ 2, 3, 6, സൗദി അറേബ്യ 1. ഞാനിത് പറയാൻ കാരണം സകല ദിക്കിലും അമേരിക്ക 3 മാസം, കാനഡ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, പാരീസ്, സ്വിറ്റ്സർലാൻഡ്, ബെൽജിയം, നെതർലാൻഡ്, എല്ലാ ദിക്കിലും ഈ മുണ്ടും ഷർട്ടും ഇട്ടിട്ടാണ് പത്മനാഭൻ യാത്ര ചെയ്തത്. സായിപ്പിൻ്റെ ട്രൗസറും കോട്ടും സൂട്ടും ഇട്ടിട്ടായിരുന്നില്ല. ഒരു വാശിയാണ്. ഇതെൻ്റെ നാഷണൽ ഡ്രസ്സാണ്. ഇതല്ല നാഷണൽ. ഹാർവർഡിലും MITയിലും പ്രിൻസ്റ്റണിലും ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ ഏറ്റവും വലിയ തോതിൽ പഠിച്ചിട്ടുള്ള അറബികൾ, സായിപ്പിനേക്കാൾ ഭംഗിയായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അറബികൾ, അവർ പലപ്പോഴും അവരുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികളായി UNOയിൽ വരുമ്പോൾ അവർ ഇംഗ്ലീഷ് പറയില്ല, അവർ അറബിയിലേ പറയും. പിന്നെ സൂട്ടും കൂട്ടും ഇടില്ല, നിർബന്ധമാണ്. അവരുടെ ദേശീയ ഡ്രസ്സില്ലേ, ഈ തലയിൽ അത് കെട്ടും, ഇതുമൊക്കെ ആയിട്ട് ഒരു വാശിയാണ്. ഞാൻ കൃഷ്ണൻകുട്ടിയിലേക്ക് തന്നെ പോകാം നമ്മൾ. കാരണം കൃഷ്ണൻകുട്ടി, ഞാൻ ഉപരിവിദ്യാഭ്യാസത്തിന് മദ്രാശി പോയത് 1952.
അന്ന് പോയ ദിവസം തന്നെ കൃഷ്ണൻകുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. അന്ന് കൃഷ്ണൻകുട്ടി ട്രൗസറാണ്, പാൻറ്റാണ്, കതർ പാൻറ്റാണ്, കതറാണ്, ഷർട്ട്, ഇന്നർ വെയർ, ബനിയനും ഷഡ്ഡിയും മുഴുവൻ കതറാണ്. കോൺഗ്രസ്സുകാരനല്ല, സോഷ്യലിസ്റ്റാണ്. ഇതിലും വലിയൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പണിക്കാരുടെ ഒന്നിച്ച് മദ്രാസിൽ ദാരിദ്ര്യ നിമിത്തം, ഇല്ലായ്മ നിമിത്തം വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുഴുവിപ്പിക്കാതെ കള്ളവണ്ടി കയറി മദ്രാസിലെത്തിയ വ്യക്തിയാണ്. മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി അന്ന് അൺഡിവൈഡഡ് മദ്രാസ് സിറ്റിയാണ്. അൺഡിവൈഡഡ് മദ്രാസ് പ്രസിഡൻസി എന്നാണ് പറയുക. മദ്രാസ് പ്രസിഡൻസിയിൽ തമിഴ്നാട് മുഴുവൻ, തെലുങ്ക് മുഴുവൻ, മലയാളത്തിൽ മലബാർ മാത്രം, തിരുവിതാംകൂർ കൊച്ചിയുമല്ല, കർണാടകത്തിൽ സൗത്ത് കർണാടക, ഇതൊക്കെ ഉൾപ്പെടും. കൃഷ്ണൻകുട്ടി അന്ന് എന്ത് ജോലിക്കും മലയാളിക്ക് കൃഷ്ണൻകുട്ടി പോയപ്പോൾ മദ്രാസ് പോകണം. ഹൈക്കോടതിയിൽ കേസ് അപ്പീലിന് ബോംബെയിലേക്ക് മദ്രാസ് പോയിട്ട് പോകണം, ഡൽഹിയിലേക്ക് മദ്രാസ് പോയിട്ട്, കൽക്കത്തയിൽ. മദ്രാസ് ഒരു വലിയ ഹബ്ബാണ്. സെൻട്രൽ സ്റ്റേഷനിൽ പോയി ഇറങ്ങുമ്പോൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ലോകത്ത് ചെന്നിറങ്ങുന്ന അനുഭവമാണ്. മലയാളികളാണ് ധാരാളം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ജോലി അന്വേഷിച്ച് പോകുന്നവർ. സെൻട്രൽ മദ്രാസ് സെക്രട്ടേറിയറ്റിലെ ജോലിക്കാർ ഇവരൊക്കെ മലയാളികളാണ്. കൃഷ്ണൻകുട്ടിയുടെ ജോലി അന്ന് മദ്രാസിലെ റെയിൽവേ സ്റ്റേഷന് തൊട്ടിട്ട് വാൾടെക്സ് റോഡ് എന്ന ഒരു റോഡുണ്ട്. ആ റോഡിൽ ശാന്തമവൻ എന്നുപേരായ ഒരു മലയാളിയുടെ ഹോട്ടലുണ്ട്. നല്ല വൃത്തി, അന്തസ്സ്, നേരെ വാ നേരെ പോ എന്ന സമീപനം ഇതൊക്കെയുള്ള ഒരു മലയാളിയുണ്ട്. അവിടെ കൃഷ്ണൻകുട്ടി ഒരു യാത്രക്കാരനെ, മദ്രാസിൽ പരിചയമില്ലാത്ത ഒരു യാത്രക്കാരനെ ആ ഹോട്ടലിൽ കൊണ്ടെത്തിച്ചാൽ കൃഷ്ണൻകുട്ടിക്ക് 8 അണ കിട്ടും. 8 അണ. ഈ 8 അണ കൊണ്ട് ജീവിച്ച ആളാണ് കൃഷ്ണൻകുട്ടി. അന്നും അയാൾ മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. പരിപൂർണ കഥ. പിന്നെ പതുക്കെ 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 അയാൾ ജീവിതത്തിൽ ഉയർന്നുയർന്നു വന്നു. അവസാന കാലത്ത് ഏതാണ്ടൊരു കോടീശ്വരന്, പക്ഷെ അപ്പോഴും ഏറ്റവും എളിയ ജീവിതം. മദ്രാസിൽ അദ്ദേഹത്തിന് 2 ഒന്നാം തരം ഹോട്ടലുകൾ, ഒരു ലോഡ്ജ്. അദ്ദേഹത്തിൻ്റെ അനുജന്മാരെ മുഴുവൻ അദ്ദേഹം ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാക്കി. അദ്ദേഹം ഒരു തുരുമ്പിച്ച് ദുറാവായ അംബാസഡർ കാർഡാണ് ഉപയോഗിച്ചത്. പക്ഷെ വീട്ടിൽ അന്നത്തെ ഇമ്പോർട്ടഡ് ബെൻസ്, സ്കോഡ, ടൊയോട്ട, ഇങ്ങനെ ഏറ്റവും മികച്ച കാറുകളുണ്ട്. പക്ഷെ കൃഷ്ണൻകുട്ടി പോകുന്നത് ഇവൻ. പലരും കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞത്, നിങ്ങൾ ഇയാൾക്ക് തുറമുഖത്ത് കൽക്കരി
ഇറങ്ങുക എന്നൊരു ജോലിയുണ്ട്. അവിടെ കരാറ് കിട്ടും. കരാറെടുത്ത് ഇയാളുടെ കീഴിലുള്ള തൊഴിലാളികളുടെ ഒപ്പം ഈ മനുഷ്യരും പണിയെടുക്കും. ഈ മനുഷ്യൻ ശ്വാസകോശ സംബന്ധമായ ഈ കൽക്കരിയാണ് ശ്വസിക്കുന്നത്. ശ്വാസകോശം നിറയെ കൽക്കരിയാണ്. മരിക്കുന്നത് വരെ ശ്വാസ സംബന്ധമായ രോഗത്തിന് അടിമയാണ്. ഞാൻ പറയും, എന്തിനാണ് ഈ നുറാനായിട്ടുള്ള ഈ അംബാസിഡറിൽ പോകുന്നത്? അപ്പോൾ ഒന്ന് ചിരിക്കും. അതുപോലെ അനുജന്മാർ ഈ ലോഡ്ജിൽ മാത്രമാണ് കിടക്കുക. മദ്രാസിലെ ഏറ്റവും വൃത്തികെട്ട റോഡാണ് വാൾടെക്സ് റോഡ്. ആ വാൾടെക്സ് റോഡിലാണ്. അവിടെയും പൊടിയും വൃത്തികേടുമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിക്കാർ എല്ലാം ഒന്നിച്ച് പണിയെടുത്തവരാണ്. പിന്നെ ഞാൻ മാത്രം എയർ കണ്ടീഷൻ്റെ വീട്ടിൽ പോയിട്ട് അത് വേണ്ട, ഞാനിവിടെ കഴിയാം. പിന്നെ ഈ കാറിൻ്റെ കഥ പറയാം. ഈ കാറ് ഞാനിവിടെ ഇത്തിരി പൈസയും ഇത്തിരി കോൺട്രാക്റ്റ് പണികളും ഒക്കെ കിട്ടിയപ്പോൾ എൻ്റെ ഒന്നിച്ച് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴെങ്ങനെ ഞാൻ അവനെ ഒരു കൊല്ലം ഒരു മികച്ച കാറ് വാങ്ങേണ്ട പൈസ ഇതിൻ്റെ റിപ്പയറിന് ചിലവാകും. അദ്ദേഹത്തിന് ഈ ലോഡ്ജ് കൊണ്ടൊരു ഗുണവും ഉണ്ടായിട്ടില്ല. മലബാറിൽ നിന്നോ തിരുവിതാംകൂറിൽ നിന്നോ വരുന്ന പ്രശസ്തരായ സാഹിത്യകാരന്മാർ ഇവിടത്തേക്കും. ചിലർ ബോംബെയിൽ പോകണം, ചിലർ ഡൽഹി, ചിലർ കൽക്കത്ത. താമസത്തിന് പൈസ വാങ്ങില്ല, ഭക്ഷണത്തിന് പൈസ വാങ്ങില്ല. പോകുമ്പോൾ അവർക്ക് ടിക്കറ്റും വാങ്ങി. ഇതാണ് കൃഷ്ണൻകുട്ടി. ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുത്തു. ബുദ്ധിയുള്ള അവരുടെ കുട്ടികളെ പഠിപ്പിച്ചു, ഉന്നത നിലയിലെത്തിച്ചു. അദ്ദേഹം ചെയ്തതൊന്നും പറയാൻ കഴിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരം ചിതയിൽ വെക്കുന്നത് വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായി. ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്, ഞാൻ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് ഇതിനകത്തൊന്നും തന്നെ പെട്ടെന്ന് എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ കഥയുടെ വേറൊരു വഴി പോകുന്നത്. കാരണം ഇത്രയും ഞാൻ ചോദിച്ചത്, ഈ കഥ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നോവായിട്ട് ഒരു കണ്ണ് നനയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇതുപോലൊരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത, രണ്ടാമത്തെ കഥ, അതിൻ്റെ ദിവാസ്വപ്നം എന്ന കഥയൊക്കെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരുന്നുണ്ട്. 5 കഥ എഴുതിയത് പറഞ്ഞു. ഇപ്പോൾ 2ാമത്തെ കഥയിൽ ദിവാസ്വപ്നത്തിൽ ഈ കൃഷ്ണൻകുട്ടിയുടെ ചിത കഴുത്തി തീർന്നു കഴിയുമ്പോൾ ഒരു വാക്ക് പോലും പറയാതെ, ഒരു അനുസ്മരണത്തിനൊന്നും പറയാതെ തിരിച്ചിറങ്ങിപ്പോകുന്ന ഒരു പത്മനാഭനുണ്ട്, ഞാനുണ്ട്. ആ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇനി നിങ്ങൾ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉണ്ടാക്കാൻ തന്നെയായിരുന്നു ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിച്ചത്. കാരണം കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് പപ്പേട്ടൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി പപ്പേട്ടൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും അത് മറ്റുള്ളവരും അറിയട്ടെ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. കാരണം ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം വളരെ ആഴ്ന്ന തരത്തിൽ കടന്നു പോകുന്നുണ്ട് എന്നറിയാൻ ഈ പപ്പേട്ടൻ ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെന്നാണ്. കാരണം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കഥ വായിക്കുമ്പോൾ, ഒരു വിഷൻ കാണുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ അറിയാതെ കണ്ണ് നനഞ്ഞു പോകും എന്ന് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. അത് ഇതിനകത്തൊരു ഇൻ്റർവ്യൂവിലും പപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം സജീവമായിട്ട് ഒന്നും പറയാതെ വളരെ സൂചനകൾ മാത്രം തന്നുകൊണ്ട് കഥ പറയുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തി ഉണ്ടല്ലോ, അതൊരു ഒരു ഭയങ്കരമായ സിദ്ധിയാണെന്നുള്ളത്. ഇത് ഇത്രയും കാലമായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ 13 പേജുള്ള കഥയുടെ തുടർച്ച പോലെയാണ് ഞാൻ ഈ പറയുന്നത് 3 പേജിനകത്തേക്ക് ഈ സിദ്ധി എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്.
ഗസയിലെ കുട്ടികൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിഥി എഴുതിയത് ഇത് 2 പേജില്ല. 2 പേജില്ല. അതെ. ദയ എന്ന കഥ വായിച്ചു കൊണ്ടുവന്ന ഒരു കച്ചവടക്കാരൻ്റെ കഥ. അതിന് ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ ഗുരുനാഥന്മാർ നല്ല ഗുരുനാഥന്മാരായി. പിന്നെ കുമാരനാശാനെയാണ് ഞാൻ കുട്ടിക്കാലം മുതൽക്ക് വായിച്ചത്. കുമാരനാശാൻ ഒന്നും പരത്തി പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളും അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അല്പം അധ്വാനിക്കണം. അല്ല, ഞാനത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗൗരി എന്ന കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ കുമാരനാശൻ വായിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിഭീകരമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളൊരു ഡെഡിക്കേഷൻ, ആത്മാർപ്പണം, ഒരു സമർപ്പണം എന്ന് പറയുന്നൊരു കാര്യം അതിനകത്തുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കത്. ഗൗരിയിലത് കൃത്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. കുമാരനാശാൻ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും ഇതേ സ്വഭാവം തന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർദ്രയിലായാലും കൃഷ്ണൻകുട്ടിയിലായാലും ദിവാസ്വപ്നത്തിലായാലും ഒക്കെ ടി പത്മനാഭൻ എന്ന് പറയുന്ന കഥാകൃത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം കരുതൽ എന്ന് പറഞ്ഞിട്ട്, കരുതൽ എന്ന വാക്ക്, കരുണയും കരുതലും, ഇത് രണ്ടും എല്ലാ കഥകളിലും വേണമെന്നൊരു ഒരു വാശി സത്യത്തിൽ പപ്പേട്ടൻ്റെ കഥകളിലുണ്ട്. കാരണം പക്ഷെ അത് എന്തുകൊണ്ടുണ്ടാകുമെന്ന് വെച്ചാൽ ഇത്രമാത്രം ജീവിതത്തെ, മനുഷ്യനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പപ്പേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മ തന്ന പുസ്തകങ്ങൾ, അമ്മ തന്ന ഭക്ഷണം, അമ്മ കരുതിയ ഒരു കരുതൽ, ഇത് മറ്റുള്ളവരിലേക്ക് പകർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വയം നമുക്ക് കിട്ടുന്നൊരു ആനന്ദം ഉണ്ടാവുന്നില്ലേ? അത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അത് അനുഭവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഗാസയിലെ കുട്ടികളിൽ പറയുന്നുണ്ട്, ആകാശത്തു നിന്ന് വീഴുന്ന പൊതിയാണ്, ആ പൊതിച്ചോറിനാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം അത് സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ കണ്ടുപോകുന്നൊരു കാര്യമെന്നുള്ളത്. കാരണം ഇത്രയും വലിയ തോതിൽ മനുഷ്യനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് പപ്പേട്ടൻ ഇത് ഓരോ കഥയും കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊക്കെ കഥകൾ എഴുതുമ്പോൾ ഇത്രയും നാൾ പപ്പേട്ടൻ്റെ ജീവിതത്തിനകത്ത് പപ്പേട്ടൻ കണ്ടുപോകുന്ന മനുഷ്യരുണ്ടായിട്ടുള്ള ഈ മനുഷ്യരെല്ലാം ഓർത്തു വെക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളതാണ്. ഓരോ കഥയിലും ഒരാൾ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മളോട് പറയുന്നുണ്ടെന്നുള്ളതാണ്, പുതിയ ജീവിതം ഉണ്ടാകുന്നുണ്ടാണ്. അത് ഇത്രയും ഓർത്ത് വെച്ച് എങ്ങനെയാണത് കൊണ്ടുപോകുന്നത്? ഈ അത്ഭുതം എന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഈ കഥയിലെല്ലാം ഈ പുസ്തകത്തിലെ എല്ലാ കഥകളിലും ഉണ്ട്. ഈ 2026 സത്യമാർക്കറിയാം എന്ന കഥയിലും ഈ പറയുന്നത് പോലെ ഒരു അത്ഭുതം ഉണ്ടാവുന്നുണ്ട്, ഒരു ഓർമ്മയുണ്ടാവുന്നുണ്ട്. എനിക്ക് ഓർമ്മിക്കുവാൻ വിഷമമില്ല. അത് ഒരുപക്ഷെ ജന്മസിദ്ധമായിട്ടുള്ളതായി, ഒരുപക്ഷെ ജന്മസിദ്ധം ആയതായിരിക്കാം. ഞാൻ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലനാവും. 2 കാര്യം കൂടി പറയാം. കൃഷ്ണൻകുട്ടിക്ക് കൃഷി വളരെ താല്പര്യം. നല്ല നിവൃത്തി വന്നപ്പോൾ മദ്രാസിൻ്റെ അതിർത്തിയിൽ ആന്ധ്രയുടെ ബോർഡറിൽ എത്രയോ ഏക്കർ സ്ഥലം വാങ്ങി. അവിടെ ഒരു വലിയ തെങ്ങിൻ തോട്ടം, ഒരാല, പശു അല്ല, പിന്നെ വളരെ വലിയ മാന്തോട്ടം. ഈ മാന്തോട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ഐഡിയ ഈ മനുഷ്യൻ്റെ മനസ്സിൽ വരുമ്പോൾ തന്നെ ഞാൻ അതുമായിട്ടൊക്കെ ഒന്നിച്ചിട്ടുണ്ട്. ഈ മാന്തോട്ടത്തിൽ അദ്ദേഹം ഒരിക്കലും വിഷം അടിക്കില്ല, പെസ്റ്റിസൈഡ് അടിക്കില്ല, കരാറ് കൊടുക്കില്ല,
കരാറ് കൊടുത്താൽ ഇവർ ചില്ലകൾ പൊട്ടിക്കും, മാവിന് വേദനിക്കും. ആയിട്ടില്ല. അവിടുത്തെ മാങ്ങ മദ്രാസ് മാർക്കറ്റിലെത്താൻ മദ്രാസിലെ കുബേരന്മാർ കാത്തിരിക്കും. അത്ര മൂപ്പെത്തിയാലേ പറിക്കുള്ളൂ, കരാറുകാരനല്ല. മൂപ്പെത്തിയാലേ പറിക്കും. വിഷദ്രാവകം അടിച്ചിട്ടില്ല. ഇയാൾ അവിടെ കുറേ മാവുകൾ, മാങ്ങ അതിൽ നിന്ന് പറിക്കില്ല. കാരണം എന്താണെന്ന് പറയും, പക്ഷികൾക്കും ഭക്ഷണം വേണ്ടേ. കുറുക്കൻ, നായ, ഇവക്ക് ഭക്ഷണം വേണ്ടേ. അതിൽ നിറയെ മൂർഖൻ പാമ്പുകൾ ഉണ്ടാവും, പുറ്റുകൾ. അത് പൊട്ടിച്ച് കളയില്ല, അവയും ജീവിച്ചു പോകും. ഇത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് 2 കാലുകളിൽ നിന്ന് കുറുക്കൻ മാങ്ങ തിന്നുന്നത്, നായ തിന്നുന്നത്. മൂർഖൻ ഇഴഞ്ഞു, ഒരു വിഷമവുമില്ലാതെ ഇഴഞ്ഞു പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ പറയും, പ്രവർത്തിക്കില്ല. ജീവിതത്തിൽ ഞാൻ കണ്ടത് ആ വ്യക്തിയിൽ മാത്രമാണ്. ഞാനിത് ഗാസയിലെ കുട്ടികളെന്ന കഥയിൽ ഞാൻ ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ആ മീറ്റിങ്ങിനകത്ത് അവിടുത്തെ VC പറയുന്നൊരു വാചകം ഉണ്ടായിരുന്നു. കാരണം അങ്ങേ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, കഥകളറിയാം, എല്ലാം അറിയാം. പക്ഷേ അങ്ങ് ഇവിടെ ഞങ്ങൾ നിർബന്ധപൂർവം അങ്ങേ വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് പുതുകാല സാഹിത്യത്തിലെ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങേ ഈ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയത്. ചെറുപ്പക്കാർ മുഴുവൻ പറഞ്ഞു അങ്ങ് വേണ്ട എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പറയുന്നു അങ്ങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങേ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞങ്ങളെ നാറ്റിക്കരുത് എന്ന് പറയുന്ന ഇതാക്കരുത്, വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ കാലത്തിൻ്റെ പുതുകാല സാഹിത്യത്തിലെ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള പ്രയോജനം എന്ന വിഷയം സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ എത്തുന്നത്. അവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് ഗാസയിലെ കുട്ടികളെക്കുറിച്ച് കൊണ്ടായിരുന്നു. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഈ ജീവിതം കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഗാസയിലെ കുട്ടികൾ അനുഭവിച്ച വേദനകൾ അറിഞ്ഞുകൊണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോൾ നമ്മളാരും ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഈ യുദ്ധം എങ്ങനെയായിരുന്നു ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചതെന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ട് ഒന്നും പറയാതെ ഒരു ഇറങ്ങിപ്പോക്കുണ്ടായിരുന്നു പപ്പേട്ടൻ്റെ ആ കഥയിൽ നിന്നും. ഒരു വല്ലാത്ത ഇറങ്ങിപ്പോക്കായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. ഈ ഇറങ്ങിപ്പോക്ക് വരുമ്പോഴൊക്കെ അവിടെ ഒരു കാര്യം പപ്പേട്ടൻ കളഞ്ഞിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. ഈ കുട്ടികളെക്കുറിച്ച്, ഗസയിലെ കുട്ടികളെക്കുറിച്ചല്ല ഞാൻ എഴുതിയത്. എനിക്ക് സ്വന്തമായി മക്കളില്ല. എൻ്റെ ഭാഷയിൽ, ഇന്ത്യൻ ഭാഷകളിൽ, ലോക ഭാഷകളിൽ ഉള്ള എഴുത്തുകാർ ഈ 13 പേജിൽ തുടങ്ങുന്നത് എല്ലാവരും എന്നേക്കാൾ വലിയ കഥാകൃത്തുക്കളാണ്, എഴുത്തുകാർ. എനിക്കൊരു വിഷമവുമില്ല അതിൽ. പക്ഷേ ഒരു വിഷയത്തിൽ ലോക സാഹിത്യത്തിൽ പോലും എന്നെ കീഴ്പ്പെടുത്താൻ ആരുമില്ല. അത് ഞാൻ കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായ 50-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. പത്മനാഭൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെയുണ്ട്. ലോക സാഹിത്യത്തിൽ ഒരു എഴുത്തുകാരനും എത്ര വലിയ, അത് ചെക്കോവാവട്ടെ ആരാവട്ടെ, ഒരാളും എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയിട്ടു. അത് കളവായിട്ട് എഴുതിയതല്ല, കൃത്യമായ സ്നേഹം നടിച്ചിട്ട് എഴുതിയതുമല്ല. ഞാൻ ഗസയിലെ കുട്ടികളെക്കുറിച്ച് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം നീറാതിരിക്കും.
ഇതിനകത്ത് തന്നെ ഞാൻ വലിയ പഠിപ്പുള്ളവനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിച്ചട്ടെ, മനുഷ്യനെ കൊല്ലുന്നത് ശരിയാണോ? പ്രത്യേകിച്ചും നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൊച്ചുകുട്ടികളെ എന്ന് പറയുന്നൊരു വാചകമുണ്ട്. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സദസ്സിനെ നോക്കി ഇനിയും അറിയുന്നതും അറിയാത്തതുമായ വഴികളിലൂടെയൊക്കെ അയാൾ നടന്നു പോകുമ്പോൾ, ഒരു വലിയ ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ എത്രമേൽ സ്നേഹത്തോടെയും അനുകമ്പയോടു കൂടിയാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നത്, വരുന്ന തലമുറയെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നുള്ളത് ഈ കഥ വായിക്കുമ്പോൾ കിട്ടുന്നുള്ളതാണ്. കാരണം അത്രമേൽ ലോക കഥാസാഹിത്യത്തിൽ തന്നെ ഇത് പെട്ടെന്ന് പറഞ്ഞതിൻ്റെ തുടർച്ച പോലെ തന്നെയായിട്ടാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ചില കഥകൾ എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് ആകെ 3 പേജിനകത്ത് ഒരു വലിയ ബോംബ് ഒളിപ്പിച്ച് വെച്ചതുപോലെയാണ് സ്നേഹം. അത് പൊട്ടിയാലുണ്ടാകുന്ന അതിഭീകരമായ അവസ്ഥകൾ എല്ലാത്തിനെയും മറികടക്കാൻ നമുക്ക് 2 വാക്കുകൊണ്ട് പറ്റും എന്ന് പറയുന്നത്, സ്നേഹമെന്ന വാക്കുകൊണ്ട് പറ്റുമെന്ന് ഈ കഥയിൽ പെട്ടെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഗാസയിലെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം സജീവമായിട്ട് 7 കഥകളേ ഉള്ളൂ. പക്ഷേ അത് ഏറ്റവും പുതിയ കാലത്ത് 2024 ഓഗസ്റ്റ് മാസം മുതൽ 2026 ജനുവരി വരെ എഴുതിയിട്ടുള്ള കഥകൾ. കാരണം ആ കഥകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുതിയ കാലത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം, കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുന്നൊരു എഴുത്തുകാരൻ നമുക്കിതിനകത്ത് കാണാൻ കഴിയുമെന്നുള്ളതൊരു വലിയ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഈ വർത്തമാനത്തിനകത്തുള്ളത് ഇപ്പോൾ പെട്ടെന്ന് പറയേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ചോദ്യങ്ങളാകാം എന്ന് കരുതുന്നു. നമസ്കാരം സർ. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും മനഃശാസ്ത്രപരമായ ഒരു സാന്ദ്രത സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാണ്. സ്വന്തം അനുഭവത്തിൻ്റെ പുറത്ത് അത് എത്രത്തോളം വായനക്കാരിലേക്ക് എത്തിക്കാൻ അങ്ങ് വിജയിച്ചു എന്ന് തോന്നുന്നുണ്ട്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മലയാളം അധ്യാപികയാണ്. താങ്കളുടെ ഒത്തിരി കഥകൾ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിജയമല്ലേ? പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കവലപ്പെടാറില്ല. ഓഹെഡ്രിയെ കേട്ടിട്ടുണ്ട്? ഓഹെഡ്രി പറഞ്ഞത്, നിന്റെ സന്തോഷം അതിനു വേണ്ടി നീ എഴുതിക്കോളും. നിന്റെ സന്തോഷം ഒരു തിയറിയും എനിക്ക് ബാധകമല്ല. എനിക്ക് പത്മനാഭൻ്റെ തിയറി മാത്രമേ ഉള്ളൂ. താങ്ക് യു സർ. നമസ്കാരം. ഈ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തിനും സാർ നോവൽ വിരുദ്ധനാണോ? അത് ശത്രുക്കൾ പറയുന്നതാണ്. പിന്നെ ഞാനൊരു നല്ല മനുഷ്യനാണ്, കളവ് പറയാറില്ല, സത്യം. ഒരാളെയും വേദനിപ്പിക്കുക. പക്ഷേ വല്ലാത്ത കോപിഷ്ടനാണ്. ഞാനത് ശരിയാക്കാൻ ശ്രമിക്കാറുണ്ട്. ദർ ഈസ് സ്റ്റിൽ ടൈം എന്ന് 97-ാം വയസ്സിലും വിശ്വസിക്കുന്നു. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. നോവല് മഹത്തായ ഒരു കലയാണ്, അതിമഹത്തായ. എൻ്റെ സങ്കല്പത്തിലുള്ള നോവൽ ഒരു ബൃഹത്തായ ജീവിതാഖ്യാനമാണ്. ക്ഷമയില്ല എഴുതാൻ. വളരെ അക്ഷമനാണ് ഞാൻ. ക്ഷമ. എൻ്റെ സ്നേഹിതൻ രാമചന്ദ്രൻ ഇവിടെയുണ്ട്. അവനാണ് 10-20 കൊല്ലമായി എന്നെ സഹായിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്. അവനെ എന്തെങ്കിലും ആവശ്യത്തിന് ടൗണിലേക്ക് അയച്ചാൽ, ടൗണിലെ ഇപ്പോഴത്തെ ഗതാഗത കുരുക്കൊക്കെ അറിയാം. അവന് എന്നെക്കൊണ്ട് ശല്യമാണ്. 2 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ അവനെ ഫോൺ, എടാ എവിടെ എത്തി, ഇത് വാങ്ങി, അത്. ക്ഷമയില്ലേ ഇല്ല. അത് ജന്മനാ ഉള്ള ഒരു സിദ്ധിയാണ് എന്ന് വിചാരിക്കും. അല്ലാതെ നോവല് മോശമായതുകൊണ്ടല്ല. നോവല് മോശമാണെങ്കിൽ ടോൾസ്റ്റോയെ ഞാൻ ഇഷ്ടപ്പെടുക, ഡോസ്റ്റോവ്സ്കിയെ ഇഷ്ടപ്പെടുക. അതുപോലെ
പാവങ്ങളെപ്പോലെ മഹത്തായ ഒരു കൃതി ലോകത്തിലുണ്ട്. ക്ഷമയില്ല. ഇതൊക്കെ ഒന്ന് അടുത്ത ജന്മത്തിലേക്ക് കാത്തിരിക്കുക, ജന്മമുണ്ടെങ്കിൽ. ഇതിനകത്ത് വേറൊരു കാര്യം ചിന്തി പലപ്പോഴും ഇപ്പോൾ പറയുന്നത് നമുക്ക് ക്ഷമയില്ലാത്ത ഒരവസ്ഥ വല്ലാതെ ഇങ്ങോട്ടുണ്ടാവുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു കാലത്തിലൂടെയാണ് ഒരു പരിധി വരെ നമ്മൾ നേരത്തെ പറഞ്ഞു ശത്രുക്കൾ പറഞ്ഞു വരുത്തിയതാണെന്ന് പറഞ്ഞ പോലെ അത്തരൊരു കാലത്തിൽ ഈ രാജ്യം കടന്നു പോകുന്ന ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് തീർച്ചയായിട്ടും കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വളരെ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് നിർത്താനുള്ള കാര്യവും ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്ന് ഇത്രയും കാലത്ത് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരാളുണ്ട്. നമ്മൾ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു വല്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യം എങ്ങനെയായിരിക്കും അതിനെയൊക്കെ മറികടക്കാൻ സാധ്യതയുണ്ടാവുക എന്നത്? ഏത് നിബിഡാന്തകാലത്തിനും അപ്പുറം ഒരു സൂര്യോദയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശങ്കരക്കുറി എൻ്റെ ഒരു ഇഷ്ടകവിയാണ്. മുകളിൽ മിന്നുന്നൊരു താരമേ ചൊൽഗതി അങ്ങനെ ഞാൻ പ്രഭാതമുണ്ട് ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് കവി ഇത് ചോദിക്കുന്നത്. പിന്നെ വളരെ 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 ഇഷ്ടപ്പെട്ട കവിയാണ് സുഗതകുമാരി. അവരുടെ കവിതകളിലൊക്കെ ഈ വിശ്വാസമാണുള്ളത്. എൻ്റെ വിശ്വാസവും അത് തന്നെയാണ്. ഈ ഇരുട്ട് ശാശ്വതമല്ല, ശാശ്വതമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ വിഡ്ഢികളാണ്. ശാശ്വതമല്ല. ഞാനത് പ്ലെയിനായി പറഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 14 മാതൃഭൂമിയിൽ എഡിറ്റ് പേജിൽ നിറയെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ഈ കഠിനമായ ഒരു സ്ട്രോക്കിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ട് വന്നിട്ട് അധിക ദിവസമാകുന്നതിന് മുമ്പേ മാതൃഭൂമിയുടെ 4 സീനിയർ എഡിറ്റേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. 2 മണിക്കൂർ. ഞാൻ സ്വമേധയാ ചെയ്തതല്ല, മാതൃഭൂമിയുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. അവരതിൻ്റെ ഹെഡിങ് കൊടുത്തത് ഡൽഹി ഒരു ശ്മശാന ഭൂമി കൂടിയാണ് എന്ന് ഇന്ന് ഭരിക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്നെ ജയിലിലിടാൻ അത് മതി കേട്ടോ. എൻ്റെ പുസ്തകം നിരോധിക്കാൻ അത് മതി. ഇത് തന്നെ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഭരിച്ചിരുന്ന മുഗളന്മാരായാലും ബ്രിട്ടീഷുകാരായാലും എല്ലാവരും വന്നു പോയപ്പോഴൊക്കെ കൃത്യമായിട്ട് അതെല്ലാം ഒരു ശ്മശാന ഭൂമിയായിരുന്നു ഭരിച്ചിരുന്നതെന്നും ആ ശ്മശാന ഭൂമിയെ തന്നെയാണ് ഇപ്പോഴുള്ളവരും ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ളൊരു ഒരു ആർജവം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഉണ്ടാവണമെന്ന് ഉണ്ടായാൽ നന്ന് എന്ന് പറയുന്നത് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുക, ജീവിതം മനസ്സിലാക്കാൻ പറ്റുക എന്ന് തോന്നുന്നു. ഈ ചോദ്യങ്ങൾ. നമസ്കാരം. നമ്മുടെ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ 2 എഴുത്തുകാരാണ് ടോൾസ്റ്റോയും ദോസ്തോവ്സ്കിയും. ഇവർ സ്നേഹത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും ആർദ്രമായിട്ട് എഴുതുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഈ 2 വ്യക്തികൾ താമസിച്ചിരുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് താമസിച്ചത്. മരിക്കുന്നിടം വരെ ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഒരു എഴുത്തുകാരൻ ഇറ്റ് ഹാപ്പൻസ് എന്ന് മാത്രം. വേണ്ട, ഞാൻ മറ്റൊന്ന് പറയാം. റഷ്യയിലൊന്നും പോണ്ട, നമ്മളെ കേരളത്തിൽ, നമ്മുടെ തിരുവിതാംകൂർ കുമാരനാശാനും വള്ളത്തോളും എന്തായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. അതുകൊണ്ട് അവർ വിരോധാണെന്നോ ശത്രുക്കളാണെന്നോ.
എത്ര ഭംഗിയായിട്ടാണല്ലേ സാറിൻ്റെ കഥകളെയും കഥാപാത്രങ്ങളെയും ഒക്കെ നമുക്ക് വിവരിച്ചു തന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഒന്നും വായിച്ചിട്ടില്ലല്ലോ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട് ചേർത്തിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഗസയിലെ കുട്ടികൾ എന്ന ഈ കൃതി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ ഒരു ജീവിതമുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ തുടക്കത്തിൽ ഒരു വായിച്ച് തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ വായിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വായനകളായി മാറുമ്പോൾ മാത്രമാണ് അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. ഈ പുസ്തകം ഒരു കുഞ്ഞു പുസ്തകമാണ്, പക്ഷേ ഇതൊരു വലിയ മഹാഗ്രന്ഥത്തിന് തുല്യമായ തരത്തിലേക്കുള്ള കഥകൾ ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അത് ഈ 2026 ജനുവരി മാസത്തിലും കഥ എഴുതിയ ഒരു വ്യക്തി എഴുതുന്നുണ്ട്. കാരണം നമ്മൾ ജനുവരി 29 നിൽക്കുന്നത്. ഈ ജനുവരിയിൽ കഥ എഴുതി ആ കഥ അച്ചടിച്ചപ്പെട്ട കഥ ഇതിനകത്തുണ്ട് എന്നുള്ളത്. അതാണ് ഞാൻ ആ തുടക്കത്തിൽ തുടങ്ങിയ സത്യം ആർക്കറിയാം എന്ന് പറയുന്നത്. സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ സത്യം എന്ത് എന്ന് അന്വേഷിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് നുണകൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു. ആ നുണകൾ പറഞ്ഞ് അത് സത്യമാകുന്ന കാലമല്ല. സത്യാനന്ദത്തിൻ്റെ അകത്ത് സത്യത്തിൻ്റെ ഒരു മനസ്സ് തിരിച്ചറിയാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കഥകൾ തന്നെയാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് ഞാൻ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കണ്ണ് നനയും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നുള്ളത്. കാരണം അത് മനുഷ്യത്വമുണ്ടെങ്കിൽ, ആ വാക്ക് മനുഷ്യരില്ലാത്ത മനുഷ്യത്വമുണ്ടെങ്കിൽ, ആ മനുഷ്യത്വമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഉള്ളിലെ ആർദ്രതയെ ആർദ്ര പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. താങ്ക് യു സോ മച്ച് സർ. പ്രത്യേകിച്ച് സാറിനും ഒരുപാട് നന്ദി. കാരണം ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ ഒരു സെഷൻ നമുക്ക് ലീഡ് ചെയ്ത മധുപാൽ സാർ, നമ്മുടെ എഴുത്തുകാരൻ മധുപാൽ സാറിനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നും. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു.